എൻ്റെ ലിംഗത്തിൽ ഒരു മറുകുണ്ട്, ഒരു ബ്ലാക്ക് മറുക്, ചെറിയ ബ്ലാക്ക് മറുക്. അത് ഈ ചെറുക്കന് കറക്റ്റായിട്ട് ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു ആലോചിച്ച് നോക്കുക ശ്രീകുട്ടി. ഇതൊക്കെ എങ്ങനെ ആക്ച്വലി അങ്ങനെ ചോദിക്കുന്ന ആ ഒരു അവരുടെ മൈൻഡ് ഉണ്ടല്ലോ, ലൈക്ക് ചേട്ടന് കാലിന് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ ഒരു മറുകുണ്ട്, സ്വന്തം മകനെ ട്രോമയിലേക്ക് തള്ളിവിടാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് അഭിലാഷ് കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ വന്നിരുന്ന് പറഞ്ഞത്. ബിഗ് ബോസ് താരമായ അഭിലാഷിനെ കുറിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മുടെ അഭിശ്രീ വ്ലോഗിൽ അഭിലാഷ് ഇല്ല. ആൾക്കൊരു ആൺകുട്ടി ജനിച്ചത് എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് കരുതുന്നു. അഭിലാഷ് ബിഗ് ബോസിലായിരുന്ന സമയത്താണ് ഭാര്യ പ്രഗ്നന്റ് ആയതെന്നും പറഞ്ഞ് ചില ആളുകൾ വേണ്ടാത്തത് പറഞ്ഞു പരത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ബാക്കി തന്നെയാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത്. സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ അഭിലാഷിന്റെ കാലിന് ചെറിയൊരു സ്വാധീനക്കുറവുള്ളത് എല്ലാവർക്കും അറിയാലോ. അപ്പൊ പ്രസവം കഴിഞ്ഞ് വരെ ആ പ്രസവം സോഷ്യൽ മീഡിയയിൽ റിവീൽ ചെയ്ത സമയത്ത് ഒരു കമന്റ് വന്നു. ഞാൻ കമന്റ് ഒന്ന് വായിച്ചു തരാം. ഒരു കാര്യം ചോദിച്ചോട്ടെ, ചേട്ടന്റെ കാല് പോലെ മോന്റെയും കാലിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒന്നും തോന്നല്ലേ, കണ്ടപ്പോ ചോദിച്ചതാ. ഈ കമന്റിന് അഭിലാഷ് കൊടുത്ത മറുപടിയാണ് ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്തത്. സത്യം പറഞ്ഞാൽ സ്വന്തം കുഞ്ഞിനെ തന്നെ അപമാനിക്കുന്ന തരത്തിലാണ് അഭിലാഷ് ഈ കമന്റിന് മറുപടി കൊടുത്തിട്ടുള്ളത്. ആ കമന്റിന് മറുപടി ആയിക്കൊണ്ട് അഭിലാഷ് സംസാരിക്കുന്ന വീഡിയോ ഞാൻ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം. അതുകൊണ്ട് ഇത്തിരി പാടായതുകൊണ്ട് തന്നെ ഞാൻ ഈ വരുന്ന നെഗറ്റീവ് കമന്റ്സ് എല്ലാം ഞാൻ റിമൂവ് ചെയ്യുമായിരുന്നു. പക്ഷെ 1-2 കമന്റ്സ് ഈ ലാസ്റ്റ് ഘട്ടത്തിലായപ്പോൾ എനിക്ക് സഹി കെട്ട കമന്റ്സ് ഉണ്ടായിരുന്നു. അത് നമുക്ക് റിപ്ലൈ ചെയ്യണമെന്ന് തോന്നിയിട്ട് ചെയ്താ. അതെ 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 അത് അറിയാമല്ലോ, ബിഗ് ബോസിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റ്സ്. അതിപ്പോ ഞാൻ വിചാരിക്കുന്നത് നമുക്ക് കണ്ടപ്പോ കോമഡി ആയിട്ടോ, പക്ഷെ ആ എക്സ്ട്രീം ലെവൽ ദേഷ്യം ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഇന്നലെ ഒരു കമന്റ് കണ്ടു. ഇന്നലെ ഒരു കമന്റ് റിയാക്ഷൻ പോലെ ചെയ്യുന്ന ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളൊന്ന് ചിന്തിച്ചു പോകുക. ചേട്ടന്റെ കാല് പോലെയാണോ കുഞ്ഞിന്റെ കാല്? ഒന്നും തോന്നരുത്, ഞാൻ സീരിയസ്ലി പറയാൻ ബേസ്, ഇതിപ്പോ തമാശയായിട്ട് ഒന്നും പറയുന്നതല്ല ബേസ്, ഇത് ഞാൻ സീരിയസ്ലി 100% സീരിയസ്ലി ഞാൻ പറയുന്ന കാര്യമാണ്. ആ ഡൗട്ട് ഇപ്പൊ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സീരിയസ്ലി ഇത് ഇവക്കറിയാം, ഇവക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയാം, ഇങ്ങനെ പറയാം, എൻ്റെ ലിംഗത്തിൽ ഒരു മറുകുണ്ട്, ഒരു ബ്ലാക്ക് മറുക്, ചെറിയ ബ്ലാക്ക് മറുക്. അത് ഈ ചെറുക്കന് കറക്റ്റായിട്ട് ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു ആലോചിച്ച് നോക്കുക ശ്രീകുട്ടി. ഇതൊക്കെ എങ്ങനെ ഓക്കെ, കേട്ടല്ലോ. കമന്റിൽ ചോദിച്ച കാര്യം മോശം തന്നെയാണ്. അച്ഛനെ പോലെ തന്നെ മകനും കാലിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നുള്ള ചോദ്യത്തിന് ആവശ്യം തന്നെ ഇവിടെ ഇല്ല. ഇത്തരത്തിലുള്ള കമന്റ്സ് ഇടുന്നത് തീർത്തും മോശമായ കാര്യം തന്നെയാണ്. നല്ല മറുപടി കൊടുക്കുകയും വേണം. പക്ഷെ അഭിലാഷ് ഇവിടെ എന്താണ് ചെയ്തത്? വളരെ മോശം രീതിയിലാണ് അഭിലാഷ് ഇവിടെ മറുപടി പറഞ്ഞത്. തന്റെ ലിംഗത്തിൽ ഒരു മറുകുണ്ട്, അത് തന്നെ കുഞ്ഞിനും അതുപോലെ കിട്ടിയിട്ടുണ്ടെന്നാണ് അഭിലാഷ് പറഞ്ഞത്. പബ്ലിക്കായി പറയാൻ പറ്റിയൊരു കാര്യമാണ് ഇതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവിടെ അഭിലാഷ് ഈ കമന്റിന്റെ ഉദ്ദേശത്തെ തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു മറുപടി കൊടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. അഭിലാഷ് ബിഗ് ബോസിലായിരുന്ന സമയത്ത് ഭാര്യ പ്രഗ്നന്റ് ആയെന്നും പറഞ്ഞ് കുറെ വൃത്തികെട്ടവന്മാർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കമന്റ് ആണ് ഇതെന്നാണ് അഭിലാഷ് വിചാരിച്ചെന്ന് തോന്നുന്നു. അതായത് അച്ഛന് കാലിന് കുഴപ്പമുണ്ടെങ്കിലും മകനും കുഴപ്പമുണ്ടാവണം, എന്നാൽ ഈ കുഞ്ഞ് അഭിലാഷിന്റേതാണെന്ന് പറയാൻ പറ്റുകയുള്ളൂ എന്നാണ് കമന്റ് ഇട്ട ആൾ ഉദ്ദേശിച്ചത് എന്ന് അഭിലാഷ് വിചാരിച്ചെന്ന് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ ഇത് എന്റെ കുഞ്ഞാണെന്ന് തെളിയിക്കാൻ എന്നോണം എന്റെ ലിംഗത്തിലുള്ള മറുക് അവന്റെ ലിംഗത്തിലും ഉണ്ടെന്ന് ആവശ്യത്തോടെ അഭിലാഷ് വിളിച്ചു പറഞ്ഞത്. ശരിക്കും ഈ കമന്റ് ഇട്ട ആള് അഭിലാഷും കുഞ്ഞും ഒരുമിച്ച് കിടക്കുന്ന ഫോട്ടോ കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു കമന്റ് ഇട്ടത്. അച്ഛനെ പോലെ തന്നെ മകനും കാലിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന ക്യൂരിയോസിറ്റിയുടെ പുറത്താണ് അയാൾ ആ ചോദ്യം ചോദിക്കുന്നത്. അല്ലാതെ അച്ഛന് കുഴപ്പമുണ്ടെങ്കിൽ മകനും കുഴപ്പമുണ്ടാകണം, എന്നാൽ അത് നിന്റെ മോനാവുകയുള്ളൂ എന്ന ഉദ്ദേശത്തോടെയല്ല അയാൾ കമന്റ് ഇട്ടത് എന്നുള്ളത് കമന്റ് വായിച്ചു നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും. പക്ഷെ അഭിലാഷ് തന്റെ പിതൃത്വം തെളിയിക്കാൻ എന്നോണമാണ് തിരിച്ചു മറുപടി കൊടുത്തത്. എന്റെ ലിംഗത്തിൽ ഒരു മറുകുണ്ട്, അതുപോലെ തന്നെ എന്റെ മകന്റെ ലിംഗത്തിലും ഉണ്ട് എന്ന് പറയുന്നതിലൂടെ സ്വന്തം മകനെ തന്നെയാണ് അഭിലാഷ് അപമാനിച്ചിരിക്കുന്നത്. കുഞ്ഞിന്റെ പ്രൈവസിയാണ് ഇവിടെ വയലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അഭിലാഷിന് തന്റെ ലിംഗത്തിലുള്ള മറുകിനെ കുറിച്ച് തുറന്നു പറയാൻ ചിലപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ബിഗ് ബോസിൽ പോയ സമയത്ത് ഭാര്യ പ്രഗ്നന്റ് ആയെന്ന് പറയുന്നവർക്കുള്ള മറുപടി ആയിട്ടായിരിക്കും അഭിലാഷ് അതിനെ കാണുന്നത്. പക്ഷെ കുഞ്ഞിന്റെ കാര്യം അങ്ങനെയല്ലല്ലോ. അവൻ ഈ സമൂഹത്തിൽ തന്നെ വളർന്നു വലുതാകാനുള്ളതല്ലേ. സ്വന്തം അച്ഛൻ നടത്തിയ പരാമർശം കൊണ്ട് അവന് ഭാവിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമെന്ന് ആര് കണ്ടു? സ്കൂളിൽ അടക്കം അവന് ബുള്ളിങ് നേരിടാൻ സാധ്യതയുണ്ട്. നിന്റെ ലിംഗത്തിൽ മറുകുണ്ടെന്ന് അച്ഛൻ പറഞ്ഞല്ലോ, നോക്കട്ടെടാ കാണിക്കേടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൂടെയുള്ള കുട്ടികൾ തന്നെ കുഞ്ഞിനെ അപമാനിക്കാനും കളിയാക്കാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. ലിംഗത്തിന് മറുകുള്ളത് പോലുള്ള കാര്യങ്ങളൊക്കെ തീർത്തും സ്വകാര്യമാക്കി വെക്കാനാണ് പലരും ആഗ്രഹിക്കുക. അത് സ്വന്തം മകനാണെങ്കിൽ പോലും. അവന് ലിംഗത്തിൽ മറുകുണ്ടെന്നൊക്കെ വിളിച്ചു പറയാൻ സ്വന്തം അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ആർക്കും അവകാശമില്ല എന്നുള്ളതാണ്. എന്തായാലും ബാക്കി കേട്ടോക്കാം. ആക്ച്വലി അങ്ങനെ ചോദിക്കുന്ന ആ ഒരു അവരുടെ മൈൻഡ് ഉണ്ടല്ലോ, ലൈക്ക് ചേട്ടന് കാലിന് നീ ഒന്ന് ആലോചിച്ചു നോക്ക്. ഈ ഒരു മറുകുണ്ട്, ഇതിപ്പോ എനിക്ക് ആൾക്കാരുടെ തോന്നുന്നു എന്റെ ചെറുക്കനും എനിക്കും ഉണ്ട് കാണിച്ചു തരും. എനിക്ക് ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയ വഴി ഒന്നും കാണിക്കാൻ പറ്റൂല. എനിക്ക് എന്റെ ഈ പറയുന്ന പോലെ യൂട്യൂബ് സസ്പെൻഡ് ആയി പോയി ചിലപ്പോൾ ഞാൻ അങ്ങനെ കാണിച്ചു തരും. അപ്പൊ അതുകൊണ്ട് ആർക്കെങ്കിലും ഒക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. അതിൽ ഫാമിലിയിലുള്ളവരാണെങ്കിലും ശരി, പുറത്തുനിന്നുള്ളവരാണെങ്കിലും ആരാണെങ്കിലും നമുക്ക് ആ ഒരു സൊല്യൂഷൻ ഉണ്ട്. പിന്നെ അതല്ല, ഇനിയുണ്ടെങ്കിൽ എന്റെ ചെറുക്കനെ എന്റെ അടുത്ത് വെച്ച് കാണിച്ചു തരാം. ഞങ്ങളുടെ സാദൃശ്യങ്ങൾ എന്തൊക്കെയാണെന്നൊരു നിങ്ങൾ തന്നെ ഒന്ന് ഇത് ചെയ്തു.
അതിന്റെ ആവശ്യമൊന്നുമില്ല അഭിലാഷേ. കുഞ്ഞ് നിന്റേത് തന്നെയാണെന്നുള്ള ഒരു ഉറപ്പ് നിനക്ക് ഉണ്ടായാൽ മതി. നീ അത് നാട്ടുകാരെ മുഴുവനും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ബോധിപ്പിക്കാൻ നിന്നാൽ അതിനെ സമയം കാണും. ഏറ്റവും മോശപ്പെട്ട ആളുകളാണ് ഇതുപോലെ വന്നിട്ട് ഇത് നിന്റെ കുഞ്ഞ് തന്നെയാണോടാ, നീ ബിഗ് ബോസിൽ പോയ സമയത്തിൽ അവള് പ്രഗ്നന്റ് ആയത് എന്നൊക്കെ ചോദിക്കുക. അങ്ങനെ ചോദിക്കുന്ന ഭൂമിക്ക് ഭാരമായിട്ട് ഊളുകൾക്ക് മറുപടി കൊടുക്കാനും അവർക്ക് മുന്നിൽ സ്വന്തം പിതൃത്വം തെളിയിക്കാനും നിന്നാൽ നമ്മൾ തന്നെ നാറുമെന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ശരിയാണ്, അഭിലാഷിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഇങ്ങനത്തെ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാണെങ്കിലും ഒരിക്കലും സഹിക്കാൻ കഴിയൂല. സ്വന്തം കുഞ്ഞിന്റെ പിതൃത്വത്തെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുക, കളിയാക്കപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത കാര്യം തന്നെയാണ്. അതിന് അതിന്റേതായ രീതിയിൽ മറുപടി കൊടുക്കുകയും വേണം. ഓൾറെഡി ഈ വിഷയത്തിൽ ഇതിനു മുമ്പ് അഭിലാഷ് മറുപടി കൊടുത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഒരു തരത്തിലും ഒരു ഉദ്ദേശവും ഇല്ലാതെ ഇട്ട കമന്റിന് മറുപടി കൊടുക്കുമ്പോഴും ഈ പിതൃത്വത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പിന്നെയും വലിച്ചിടേണ്ട ആവശ്യം എന്താണ്? ഇതത്ര രസമുള്ള കാര്യമൊന്നുമല്ലല്ലോ. സംശയമുള്ളവർ എന്റെ വീട്ടിൽ വന്ന് സാമാനം പരിശോധിച്ചെന്നൊക്കെ പറയുന്നത് വളരെ ഇമ്മച്യൂർ ആയിട്ടുള്ള പരാമർശമായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ആര് വന്നാലും അഭിലാഷ് തന്നെ ലിംഗം പുറത്തെടുത്ത് കാണിച്ചു കൊടുക്കും. അല്ല, ഞാൻ കാര്യമായിട്ട് ചോദിച്ചതാണ്. വെറുതെ മാസ് കാണിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയരുത് എന്നാണ് എന്റെ അഭിപ്രായം. എന്തായാലും ബാക്കിയുടെ ഇട്ടോക്കാം. കാലിന്റെ ഇത് വയ്യെങ്കിൽ ചാട്ടിന് കാല് വയ്യല്ലോ, അതുപോലെ കുഞ്ഞിന് കാല് വയ്യേ എന്റെ അച്ഛനൊരു ഗുരു ഇല്ലായിരുന്നു കേട്ടോ. എന്റെ അച്ഛനൊരു ഗുരു ഇല്ലായിരുന്നു. എന്ന് ചോദിക്കുന്നവരുടെ മനസ്സ് നിങ്ങൾ ആലോചിക്കണം. പിന്നെ എനിക്ക് അങ്ങനെ തോന്നുന്നു. അത് വന്നതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. അമ്മ എന്നെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഈ എല്ലാവരും പറയുമല്ലോ ഈ പൂക്കൾക്കൊടി ചുറ്റും എന്ന് പറഞ്ഞാൽ അങ്ങനെ ചുറ്റിയതാണ് എൻ്റെ കാലിൽ. അങ്ങനെയുണ്ട്, അല്ല ഒരു പോളിയോ കാര്യങ്ങളോ ഒന്നും വന്നതല്ല. സോ നമ്മളപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ മാക്സിമം നമ്മുടെ കുഞ്ഞിന് കൊടുക്കാൻ നമ്മളെപ്പോലെ ആവരുത് എന്നുള്ളതിൽ ഞങ്ങൾ മുന്നിലുള്ള ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് 5th മന്ത് സ്കാനിങ്ങിനകത്ത് നമുക്ക് ഹോസ്പിറ്റലിൽ എടുക്കായിരുന്നു. പക്ഷെ നമ്മൾക്ക് ഒരു ഏട്ടനൊരു ഇത് കൊണ്ടാണ് നമ്മൾ കൊയിലോണിൽ പോയിട്ട് സ്കാൻ ചെയ്തത്. കാര്യങ്ങൾ കാണണം, നമുക്ക് അറിയണം. അത് നോർമലി ആരും എടുക്കാറില്ല 5D സ്കാൻ. അതുപോലെ നമ്മൾ പോയി എടുത്തതിന് ശേഷം ഞാൻ ഫസ്റ്റ് ഡോക്ടറിനോട് ചോദിച്ചാൽ, ഡോക്ടറെ എന്തെങ്കിലും ഞാനൊരു ഡിസേബിൾഡ് ആയതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, എന്തെങ്കിലും നമ്മുടെ കുഞ്ഞിനിങ്ങനെ ഓർത്തോ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുന്നുണ്ടോ? ഡോക്ടർ പറഞ്ഞു ഒരു കാരണവശാലും പേടിക്കണ്ട. ഇതേ ചോദ്യം തന്നെയാണ് ഈ കമന്റ് ഇട്ടാളും ചോദിച്ചത്. അഭിലാഷിന് കാലിന് പ്രശ്നമുള്ളത് കൊണ്ട് കുഞ്ഞിന് വല്ല പ്രശ്നമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അയാൾക്ക് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ട യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷേ ഈ ഒരു ചോദ്യത്തിനുള്ള മറുപടിയല്ല അഭിലാഷ് കൊടുത്തത്. തീർത്തും അനാവശ്യമായ രീതിയിലാണ് അഭിലാഷ് പ്രതികരിച്ചത്. അതിനെക്കുറിച്ച് ഇത്രയും നേരം നമ്മൾ സംസാരിച്ചു. ഇനിയിപ്പോ കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അത് അവിടെ നിൽക്കട്ടെ. ഇനി ഇവരെ ബന്ധപ്പെടുത്തിയുള്ള അടുത്തൊരു വിവാദം കൂടി ഉണ്ട്. അതായത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയി ചെയ്ത പ്രഗ്നൻസി ജേർണി വീഡിയോയിൽ അഭിലാഷും ഭാര്യയും ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഇത്രയും കാലം ഒരു കുഞ്ഞ് വേണ്ട എന്ന് ഞങ്ങൾ മനഃപൂർവ്വം തീരുമാനിച്ചതായിരുന്നു. ഫിനാൻഷ്യലി വെൽ സെറ്റിൽഡ് ആയതിനു ശേഷം മാത്രം കുഞ്ഞിന് വേണ്ടി ട്രൈ ചെയ്താൽ മതി എന്ന് ഞങ്ങൾ ആദ്യമേ തീരുമാനിച്ചിരുന്നു എന്ന് അഭിലാഷും ഭാര്യയും ലേറ്റസ്റ്റ് വ്ലോഗിൽ പറയുന്നുണ്ട്. എന്നാൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഇവരുടെ വ്യൂവേഴ്സ് തന്നെ ചോദ്യം ചെയ്യുകയാണ്. അതായത് പണ്ട് വ്ലോഗ് ചെയ്ത സമയത്ത് ഒരുപാട് ട്രൈ ചെയ്തിട്ടും കുഞ്ഞുണ്ടാകുന്നില്ല, 7 വർഷമായി ഞങ്ങൾ കാത്തിരിക്കുന്നു എന്നുള്ള രീതിയിൽ അഭിലാഷും ഭാര്യയും സംസാരിച്ചിരുന്നു പോലും. അതായത് മുമ്പ് പറഞ്ഞിരുന്നത് ഒരുപാട് ട്രൈ ചെയ്തിട്ടും കുഞ്ഞുണ്ടാകുന്നില്ല എന്നാണ്. എന്നാൽ ഇപ്പം പറയുന്നു ഫിനാൻഷ്യലി സെറ്റ് ആവുന്നത് വരെ ഒരു കുഞ്ഞ് വേണ്ട എന്ന് ഞങ്ങൾ തന്നെ തീരുമാനിച്ചതായിരുന്നു എന്ന്. ഇവരുടെ ഈ സ്റ്റേറ്റ്മെന്റിൽ വന്ന വൈരുദ്ധ്യത്തെയാണ് ആളുകൾ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. നമുക്ക് എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളതൊന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് ഇവർ ലേറ്റസ്റ്റ് വ്ലോഗിൽ പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടു നോക്കാം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രഗ്നൻസി ജേർണി അല്ലേ? നമ്മുടെ ഈ 9 months അല്ല, നമ്മുടെ പ്രഗ്നൻസി ജേർണി എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മുടെ മാരേജ് മുതലാണ്. ഞങ്ങളുടെ ഒരു പ്രഗ്നൻസി ജേർണി എന്ന് പറയുന്നത് കാര്യം മാരേജ് മുതൽ നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് ഒരുപാട് കാലത്തിന് ശേഷമാണ് കുഞ്ഞ് ആവുന്നത്. പക്ഷെ നമ്മൾ ഇപ്പോഴും കുറേ പേരുടെ ധാരണ എന്ന് പറഞ്ഞാൽ ഈ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം, അതായത് നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാതെ ഇരുന്നിട്ട് നമുക്കുണ്ടായതാണ്. ഇതങ്ങനെ വെറുതെ ഉണ്ടായ ധാരണയല്ല അഭിലാഷ്. നിങ്ങൾ തന്നെ മുമ്പ് ചെയ്ത പല വീഡിയോകളിലും പറഞ്ഞ കാര്യമാണ്. വീഡിയോയിലേക്കൊക്കെ ഞാൻ വരാം. അതിനു മുമ്പ് വേറൊരു സാധനം കാണിച്ചു തരാം. പ്രഗ്നൻസി റിവീൽ എന്ന് പറഞ്ഞുകൊണ്ട് 2025 ഡിസംബർ മാസം ഇവരൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് തമ്മിൽ എന്താണെന്ന് അറിയോ? 7 വർഷത്തെ കാത്തിരിപ്പ് എന്നായിരുന്നു. ഞാനത് സൈഡ് കൊടുക്കാം. ഈ ഒരു തമ്മിൽ കണ്ടാൽ ആളുകൾ എന്തായിരിക്കും വിചാരിക്കുക? കുറെ കാലമായി നിങ്ങൾ പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും റെഡി ആയില്ല. അങ്ങനെ ഒരുപാട് ശ്രമിച്ചു. ഒടുവിൽ 7 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇപ്പൊ പ്രഗ്നന്റ് ആയത് എന്നല്ലേ ഈ തമ്മിൽ കാണുന്ന ആളുകൾ വിചാരിക്കുക. സോ ഇപ്പൊ വന്നിട്ട് അങ്ങനെയല്ല, ഞങ്ങൾക്ക് ആവാഞ്ഞിട്ടല്ല വേണ്ടാന്ന് വെച്ചത് എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ എന്താണ് വിചാരിക്കുക? ചില കമന്റ്സ് ഞാൻ വായിച്ചുതരാം. ഇപ്പൊ ഇങ്ങനെ ആയോ? ഞങ്ങൾ എന്നല്ലേ ഒരുപാട് ടെസ്റ്റ് ചെയ്തപ്പോ ആവാഞ്ഞിട്ടാണ് ടെൻഷൻ ആയതും വർഷങ്ങളുടെ കാത്തിരിപ്പാണെന്നൊക്കെ പറഞ്ഞ് ഉണ്ടായപ്പോ ട്രീറ്റ്മെന്റ് ഓർ സംതിങ്ങിലൂടെ ഉണ്ടായതല്ലേ എന്ന ആളുകൾ കൺവിൻസ് ആക്കുന്ന പോലെ വേണ്ടാന്ന് വെച്ചതല്ലെന്ന് ഷുവർ. പഴയ വീഡിയോയിൽ ശ്രീകുട്ടി കരയുന്നുണ്ടാവുന്നില്ല എന്ന് പറഞ്ഞ് ആൾക്കാരൊക്കെ ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ അവർ ഇങ്ങനെ പറയുന്നു. പല വീഡിയോസിൽ ഞാൻ ശ്രദ്ധിച്ചു. ഫോർ വാട്ട് പർപ്പസ്? 2024 ഡിസംബർ 17 ഇട്ട വീഡിയോയിൽ കുട്ടി ആവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങളിപ്പോ ഇങ്ങനെ പറയുന്നു. ഈ ചേച്ചി പ്രഗ്നൻസി റിവീൽ ചെയ്ത ടൈമിൽ പറഞ്ഞു ഒരുപാട് ട്രൈ ചെയ്തു, ഒരുപാട് ടൈം ടെസ്റ്റ് ചെയ്തു, പിന്നെ ടെസ്റ്റ് ചെയ്യുന്ന സ്ട്രിപ്പ് ഞാൻ കാണാതെ ചേട്ടൻ മാറ്റി വെക്കുന്നു എന്ന് ഞാൻ കണ്ട് സങ്കടം സഹിക്കായിരുന്നു. പിന്നെ എനിക്ക് ടെസ്റ്റ് ചെയ്യാമോ? എപ്പോഴും സങ്കടമായിരുന്നു. പിന്നെ എന്റെ ഡോക്ടർ പറഞ്ഞു വെയിറ്റ് ചെയ്തു, കുഴപ്പം ഒന്നുമില്ല, ശരിയാവുന്നില്ല എന്ന് ആശ്വസിപ്പിച്ചു എന്നൊക്കെ ആണല്ലോ പറഞ്ഞ്. ഇപ്പൊ പറയുന്നു ഞങ്ങൾ വേണ്ടാന്ന് വെച്ചതാണെന്ന്, ഇത്ര ഇയേഴ്സ് കുഞ്ഞില്ലായിരുന്നു എന്ന്.
ഏതാ സത്യം? അപ്പൊ ഈ വീഡിയോയിൽ ഇങ്ങനെ ഒന്നല്ലല്ലോ പറഞ്ഞത്. അതും പ്രഗ്നന്റ് റിവീൽ ചെയ്യുന്ന വീഡിയോയിലും അതിനു മുമ്പുള്ള വീഡിയോയിലും ഒക്കെ വേറെ വേറെ പറഞ്ഞിട്ട് മാറ്റി പറയുന്നു. കണ്ടില്ലേ? തമിഴില് മാത്രമല്ല പഴയ വീഡിയോയിലും ഇവര് ഒരുപാട് ട്രൈ ചെയ്തിട്ടും സെറ്റ് ആവുന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പഴയ വീഡിയോകളെല്ലാം ഒന്ന് പരിശോധിച്ച് നോക്കാം. അതിനു മുമ്പ് നേരത്തെ കണ്ട വീഡിയോയുടെ ബാക്കി ഭാഗം കൂടി കണ്ടു നോക്കാം. സോ ആദ്യമേ പറയാം, നമ്മൾ ഇതിനെ റിലേറ്റ് ചെയ്ത് കുറച്ച് വീഡിയോസ് മുന്നേ ചെയ്തിട്ടുണ്ട്. ഒരു കാരണവശാലും പറയാണ്, കുഞ്ഞുങ്ങൾ ഉണ്ടാവാതിരുന്നതല്ല ഒരു ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമല്ല. നമ്മൾ നമ്മുടെ ലൈഫിൽ ഒരു ഡിസിഷൻ എടുത്തതാണ്. നമ്മുടെ കരിയറിൽ നമ്മൾ എന്തെങ്കിലും ആയിട്ട് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്കൊരു വീടെങ്കിലും ആയതിനു ശേഷം മാത്രം ഞാനൊരു ചെറ്റക്കുടിയിൽ ജനിച്ചു വീണ ഒരാളാണ്. ഇവളും അതുപോലെ തന്നെ സ്വന്തമായിട്ടൊന്നും ലൈഫിൽ കരിയറിലൊന്നും അച്ചീവ് ചെയ്യാത്ത പിന്നെ ഒരു സാധാരണക്കാരിൽ ഒരു കോളനി ജനിച്ചു വീണതും ഇവളും അതുപോലെ ഏറെക്കുറെ ഒരു ഫിനാൻഷ്യലി ഒരുപാട് ബുദ്ധിമുട്ട് ജനിച്ചു വീഴുന്ന ഒരു ആളാണ് ഇവളും. അപ്പം ഞങ്ങളുടെ രണ്ടുപേരും ചേർന്നെടുത്തിട്ട് ഡിസിഷനാണ് ലൈഫിൽ നമ്മൾ തന്നെ ഉണ്ടായതിനു ശേഷം മാത്രം ഫിനാൻഷ്യലി മാത്രമല്ല മെൻ്റലി നമ്മളൊരു പ്രിപ്പയർഡ് ആവുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഞങ്ങൾ എടുത്തൊരു നല്ല ഡിസിഷൻ എന്താണെന്ന് പറയും. ആ ഡിസിഷനാണ് ഒരു പാരൻറ്ഹുഡ്. ഇപ്പോൾ നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു പാരൻ്റ് ആവുക എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് ഉടനെ പാരൻ്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ലൈഫ് ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ ഈ പറയുന്ന പോലെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അതെല്ലാം എന്നുണ്ടെങ്കിൽ ഒരു ബിഗ് ബോസിൽ നമ്മൾ എത്തുക അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ഇതൊന്നും ഞങ്ങളാവില്ലായിരുന്നു. 100% ഉറപ്പ് പറയാൻ ഞങ്ങളാവില്ലായിരുന്നു. അന്ന് ഞങ്ങൾ അങ്ങനെ പോയിരുന്നു. കുടുംബ കുട്ടികൾ പ്രാരാബ്ദം എന്നതിലേക്കൊക്കെ പോയേനെ. പക്ഷേ നമ്മൾ അന്നെടുത്ത ഡിസിഷൻ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. കാര്യം അന്നെടുത്ത ആ ഒരു ഡിസിഷൻ കാരണം എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റിയത് അതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ഡിസിഷൻ കാരണമാണ് നമ്മൾ ഇത്രയും എത്തിയത്. പിന്നെ ഒരുപാട് ഓക്കെ, കേട്ടല്ലോ. ഞങ്ങളായിട്ട് കുഞ്ഞിനെ വേണ്ടാന്ന് വെച്ചത് എന്ന് തന്നെയായിരുന്നു അഭിലാഷ് വീണ്ടും വീണ്ടും പറയുന്നത്. അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തതുകൊണ്ടാണ് ജീവിതത്തിൽ ഇത്രയും നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചതെന്നും ഇവർ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ ആളുകൾ പറയുന്ന പോലെ ഇവരുടെ പഴയ വീഡിയോയിൽ ഇവർ ഇതിനും വിപരീതമായി പറയുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പഴയ വീഡിയോ കണ്ടോക്കാം. ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ദിവസമായിട്ട് ഇങ്ങനെ പറയണം അല്ലെങ്കിൽ റിയാക്ട് ചെയ്യണമെന്ന് വിചാരിച്ച് കുറച്ച് കമൻസിന് വേണ്ടിയിട്ടുള്ള റിപ്ലൈ ആണ്. കാരണം പ്രഗ്നൻസിയെ കുറിച്ച് കുറേ പേര് ഇങ്ങനെ നെഗറ്റീവായിട്ട് നമ്മുടെ പുതിയ പോസ്റ്റിലും ഇന്റർവ്യൂസിലും കമന്റ്സിലും ഇതിലും മാത്രമല്ല പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്. ഫാമിലിയിൽ നിന്ന് കുറേ പേര് ചോദിക്കാറുണ്ട്. അത് മാത്രമല്ല നാവലാതിയാണ് ആളുകൾക്ക്. കാര്യം നിങ്ങളുടെ കൂടെ ഡാൻസ് ചെയ്തവരും വ്ളോഗ് ചെയ്ത് സ്റ്റാർട്ട് ഞങ്ങളിപ്പോൾ 6-7 വർഷമായല്ലോ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കൂടെ ഡാൻസ് ചെയ്തവരും വ്ളോഗ് ചെയ്തവരും ഒക്കെ ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, മെഡിക്കലി ചേട്ടൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, പിന്നെ ബ്യൂട്ടി കോൺഷ്യസ് ആയതാണോ, അഭിനയിക്കാൻ പോകാൻ പറ്റൂലേ കുഞ്ഞുങ്ങളായ, ഇതൊക്കെ കൊണ്ടാണോ നിങ്ങൾ കുഞ്ഞുങ്ങൾ വേണ്ടെന്ന് വെച്ചതാണോ, ഇതൊക്കെയാണ് എല്ലാവരുടെയും ക്വസ്റ്റ്യനും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അതിനായിട്ടുള്ളൊരു മറുപടി എന്ന രീതിയിലാണ് ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മുന്നേ കല്യാണം കഴിച്ച സമയത്ത് നമ്മൾ എടുത്തൊരു ഡിസിഷൻ ആയിരുന്നു നമുക്കൊരു 2 അല്ലെങ്കിൽ 3 ഇയർ കഴിഞ്ഞിട്ട് മതി എന്നുള്ളത്. കാര്യം ഒന്ന് സ്റ്റേബിൾ ആകുക. കാര്യം ഓൾറെഡി നമുക്കൊരു കല്യാണം കഴിഞ്ഞത് നമ്മുടെ സൊസൈറ്റി അറിയാം. കല്യാണം കഴിഞ്ഞ ഒരു ഒളിച്ചോട്ടം കല്യാണമായിരുന്നു ഞങ്ങളുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കലിപ്പനും കാന്താരിയും സെറ്റപ്പ്, അപ്പോൾ ഒരു മെച്യൂർഡ് അല്ലാത്തൊരു ലൈഫ്, ആ ഒരു സെറ്റപ്പ് ഒന്നാമത് സ്റ്റേബിളും അല്ലായിരുന്നു. ഫിനാൻഷ്യലി ഒട്ടും സ്റ്റേബിൾ അല്ല. ഫിനാൻഷ്യലി തന്നെയാണ് എല്ലാത്തിൻ്റെ അടിത്തറ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. നമുക്ക് എന്തെങ്കിലും ഒന്ന് ഫിനാൻഷ്യലി അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് മെച്യൂർഡായി നമുക്കൊന്ന് സ്റ്റെബിലിറ്റി വരുന്നത് വരെ നമുക്ക് കുഞ്ഞുങ്ങൾ 2-3 വർഷം കഴിഞ്ഞിട്ട് മതി എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു ആദ്യത്തെ ഒരു 3 വർഷത്തേക്ക് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരുന്നത്. ഇപ്പം നമ്മൾ എന്താ ഓരോരുത്തർക്കും ഓരോ പേഴ്സണൽ ഒരു സംഭവങ്ങളുണ്ടല്ലോ. ആ ഒരു ഡിസിഷൻ ചിലപ്പം റോങ് ആയിരിക്കാം. ചിലരിപ്പോൾ കേൾക്കുമ്പോൾ പറയുന്നുണ്ട് അത് നിങ്ങളുടെ അഹങ്കാരമാണ്, അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്. ഇപ്പോൾ ക്യാഷ് ഇല്ലാത്ത എത്ര പേര് കുട്ടികളെ കുറിച്ച് ചിന്തിക്കുന്നത്, നിങ്ങൾ അങ്ങനെ ചിന്തിക്കാത്ത അതുകൊണ്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അത് എന്തുകൊണ്ടോ ആയിക്കോട്ടെ, നമുക്കിപ്പോൾ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേർക്കും ഇപ്പോഴാണ് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ മാസമാണ് ഇപ്പോൾ ഒരു വീടെന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെ നമുക്ക് സാധ്യമായത്. അത് നമ്മുടെ അഹങ്കാരമാണോ ഇല്ലേ എന്നൊന്നും അല്ല പറയുന്നത്. ഇപ്പോൾ ഈ ഒരു വീടായിട്ട് നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മുടെ കുഞ്ഞ് ജനിക്കണം, അങ്ങനെ ഒരു കോൺസെപ്റ്റ് നമുക്ക് ഉണ്ടായിരുന്നു. കാര്യം ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വെയിറ്റിംഗ് ആണ്. അത്രേ ഉള്ളൂ. ഞങ്ങളും ഇങ്ങനെ ഹേർട്ടിംഗ് ആയിട്ടുള്ള കമന്റ് ഇട്ടിട്ടോ അല്ലെങ്കിൽ എന്താ ഇങ്ങനെ പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. നമുക്ക് വിധി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. എപ്പോഴാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്നത് പോലെ ഇതിനൊക്കെ ഒരു ഭാഗ്യം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളും വെയിറ്റിങ്. അപ്പോൾ വെറുതെ ആവലാതി പിടിച്ച ആളുകൾ അല്ലാതെ ഈ പറയുന്ന പോലെ ബ്യൂട്ടി കോൺഷ്യസോ ഡാൻസ് ചെയ്ത് നടക്കാൻ പറ്റാത്തതുകൊണ്ടോ അഭിനയിക്കാൻ പോകാൻ പറ്റാത്തതുകൊണ്ടോ ഒന്നുമല്ല. ഇതാണ് സിറ്റുവേഷൻ. അല്ല നിങ്ങൾ ആവശ്യമില്ലാതെ ഈ കമന്റ്സ് ഇടുവോ? അതിപ്പോൾ നിങ്ങൾക്ക് ഇടുന്നവർക്ക് അത് ബോധരാവില്ല. കാണുന്ന നമുക്കുണ്ടാവുന്ന ഒരു അവസ്ഥ ചിലപ്പോൾ മേ ബി നിങ്ങളുടെ ഫാമിലിയിലും ഇതുപോലുള്ള അവസ്ഥകൾ ഉണ്ടാവാം. അപ്പം അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ.
അതൊക്കെ അതിനൊക്കെ ഓരോരോ സമയം എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. ആ സമയത്തിന് അനിഷ്ഠിതമായി നമ്മൾ ജീവിക്കുക. മനസ്സിലായില്ലേ? നമ്മുടെ ലൈഫിൽ നമ്മുടെ ആഗ്രഹമാണ് നമ്മുടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി ഉണ്ടാവണം, കുഞ്ഞുണ്ടാവണം, അതിനെ താലോലിക്കണം. എൻ്റെ മാത്രമല്ല, എൻ്റെ അമ്മയുടെ ആയിക്കോട്ടെ, ശ്രീകുട്ടിയുടെ അമ്മയുടെ ആയിക്കോട്ടെ, ഫാദറിൻ്റെ ആയിക്കോട്ടെ, എല്ലാവരുടെയും ആഗ്രഹമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളും കൂടെ ഇരിക്കുന്നത്. അല്ല ഞങ്ങൾ മനഃപൂർവ്വം ഒരു കുഞ്ഞിനെ വേണ്ടാതെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ആളുകളൊന്നുമല്ല. ഞങ്ങളുടെ ആഗ്രഹമാണ്. അപ്പോൾ സമയത്തിനനുസരിച്ച് എല്ലാം നടക്കും. മറ്റുള്ളവർക്ക് ആവണം എന്നില്ലല്ലോ. മറ്റുള്ളവർക്ക് ഓക്കെ, കണ്ടല്ലോ. 2024 ഡിസംബറിൽ ചെയ്തൊരു വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ അഭിലാഷും ആരും തന്നെ കൃത്യമായി പറയുന്നുണ്ട്. അതായത് കല്യാണം കഴിഞ്ഞ സമയത്ത് തന്നെ നമ്മളൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ലൈഫിൽ ഒന്ന് സെറ്റ് ആവണം, കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കണം, അതിനുശേഷം മാത്രം ഒരു കുഞ്ഞു മതിയെന്ന് ഞങ്ങൾ തന്നെ തീരുമാനിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ 7 വർഷം കഴിഞ്ഞിട്ട് കുഞ്ഞു മതിയെന്ന് അവർ തീരുമാനിച്ചിരുന്നില്ല. ഏറിപ്പോയാൽ 1, 2, 3 വർഷം അതിനുള്ളിൽ ഒരു കുഞ്ഞ് വേണമെന്ന് തന്നെയായിരുന്നു അവരുടെ ആഗ്രഹം. അപ്പൊ ഇവർ പണ്ടും ഇപ്പോഴും ഒക്കെ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ എനിക്ക് എന്താ തോന്നുന്നതെന്ന് അറിയോ? അതായത് കല്യാണം കഴിഞ്ഞ സമയത്ത് ഒരു 2-3 വർഷത്തേക്ക് കുഞ്ഞ് വേണ്ട എന്ന് ഇവർ തീരുമാനിച്ചു. എന്നാൽ 2-3 വർഷം കഴിഞ്ഞ് ട്രൈ ചെയ്തപ്പോഴാണെങ്കിലോ സക്സസ് ആയതുമില്ല. പിന്നെ കുറച്ചു കാലം കാത്തിരുന്ന വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇവരുടെ ആഗ്രഹം സാധിച്ചത്. അതാണ് സത്യത്തിൽ ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് തോന്നുന്നു. ഇങ്ങനെയുള്ള കുറെ അനുഭവങ്ങൾ ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്. അതായത് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒന്നും കുഞ്ഞ് വേണ്ട, ജീവിതം ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം, ഒരു 2-3 വർഷം കഴിഞ്ഞ് കുഞ്ഞിന് വേണ്ടി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾ പിന്നീട് 2-3 വർഷം കഴിഞ്ഞ് ട്രൈ ചെയ്യുമ്പോൾ പ്രഗ്നന്റ് ആവാതിരിക്കുകയും പിന്നെ ആകെ ടെൻഷനായി പാനിക്കായി ഡോക്ടറെ കാണിക്കേണ്ടി വരുന്നതുമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അത് തന്നെയാണ് ഇവരുടെ ജീവിതത്തിലും സംഭവിച്ചതെന്ന് തോന്നുന്നു. പക്ഷെ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ ഇവരിടയ്ക്കിടെ വന്ന് 7 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് കുഞ്ഞുണ്ടായത് എന്നുള്ള രീതിയിൽ വീഡിയോ ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ 2 വിധത്തിൽ പറഞ്ഞപ്പോൾ ആളുകൾക്ക് കൺഫ്യൂഷൻ ആയതാവാനാണ് സാധ്യത. സംഭവം ഇവർ ആദ്യം മനഃപൂർവ്വം ഡിലേ ആക്കി, പിന്നീട് ട്രൈ ചെയ്തപ്പോൾ പെട്ടെന്ന് ആയതുമില്ല. അതാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ലാസ്റ്റ് കണ്ട വീഡിയോ ഉണ്ടല്ലോ, 2 വർഷം മുമ്പുള്ള ആ വീഡിയോ, അതിൽ അബിയുടെ ഭാര്യയ്ക്ക് കരച്ചിലൊക്കെ വരാൻ കാരണം. ഞങ്ങളും കാത്തിരിക്കുകയാണ്, സമയമാവുമ്പോൾ സംഭവിച്ചോളും എന്ന് അഭിലാഷ് തന്നെ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. പേഴ്സണൽ കാര്യങ്ങളെല്ലാം വന്ന് പബ്ലിക്കിൽ പറയുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ആളുകൾ നിങ്ങളിങ്ങനെ ഓഡിറ്റ് ചെയ്യുന്നത്. എല്ലാ ഫാമിലി വ്ളോഗേഴ്സും നേരിടുന്ന ഒരു പ്രശ്നമാണിത്. ഇതിനൊരു പരിഹാരം എന്താണെന്ന് വെച്ചാണെങ്കിൽ പേഴ്സണൽ കാര്യങ്ങൾ മാക്സിമം പറയാതിരിക്കുക. പിന്നെ ചില ചോദ്യങ്ങളും കമന്റുകളും ഒക്കെ മനഃപൂർവ്വം കണ്ടില്ലെന്ന് നടിക്കുക. പിന്നെ മറുപടി കൊടുക്കേണ്ടതിനും കൊടുക്കുക തന്നെ വേണം. പക്ഷെ ഇപ്പം കൊടുത്തതുപോലെ ലിംഗത്തിന് മറുകി ലെവൽ മറുപടി ആവരുതെന്ന് മാത്രം. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. കുഞ്ഞുങ്ങളുണ്ടായ സന്തോഷത്തിലാണ് നിങ്ങളെന്ന് അറിയാം. ആ സന്തോഷം അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. കുഞ്ഞിനെ അനാവശ്യമായി വ്ളോഗുകളിലൊക്കെ വലിച്ചിരിക്കാതിരിക്കാൻ ശ്രമിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കുഞ്ഞിനൊരു പ്രൈവസി ഉണ്ട്, അത് മനസ്സിലാക്കുക. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക് വീണ്ടും കാണാം.